திவ்யா தமிழ் பெண்களுக்கு கேரளா பசங்களை ரொம்ப பிடிக்கும். അവർ இருக்கிற പോയി 2 റൗണ്ട് നടന്നിട്ട് വന്നാലോ? ഓ നീന സാധനടി. ബീച്ച് സ്വസ്ഥമായിട്ട് കാണിക്കാനായിട്ട് ഇവിടെ സമ്മതിക്കുന്നില്ല. ഇവിടെ വന്നു എത്രയും പെട്ടെന്ന് എനിക്ക് മാളിൽ പോകണം അവർക്ക് ക്രെഡ് വരണ ക്രൈലോണം അവിടെ പോകണമെന്ന് ഞാൻ ബേളം വെച്ച് തുടങ്ങിയതാണ്. ബീച്ചിൽ പോകണ്ടേ? ക്രൈനോട് പോകാൻ നടക്കണേ കുഴപ്പമില്ല അല്ലേ? ഫോളോ മീ. ശരിയാ, നീ പറഞ്ഞ സ്ഥലത്തെല്ലാം ഞാൻ കൊണ്ടുപോകുന്ന പറഞ്ഞതല്ലേ. എനിക്ക് ഒറ്റ ഡിമാൻഡുള്ളായിരുന്നു ബീച്ചിൽ പോകണം. ബീച്ചിനോട് പറയാതെ ഇവിടെ നിന്ന് നോക്കിയിട്ട് നേരെ നോക്കി ബീച്ച് കാണാം. കാണിച്ചു തരാം. അങ്ങോട്ട് ബീച്ചിലേക്ക് ഓട്ടോ. ഒന്നാമത്തെ പ്രശ്നം ദിവ്യ, രണ്ടാമത്തെ പ്രശ്നം നമ്മുടെ കാലയിൽ എല്ലാവരെയും വാക്കിംഗ് ഷൂ ആണ് നടക്കണേ. ഉള്ളിൽ നല്ല പൊടി കയറാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോകാനുള്ള പ്ലാനൊക്കെ ക്യാൻസൽ ചെയ്തു. ദിവ്യ ചേട്ടാന്നൊക്കെ വിളിക്കുന്നുണ്ടല്ലോ. അയ്യോ താഴെ പോവോ? അപ്പോൾ നമ്മൾ ഷൂ ഇതിൻ്റെ അകത്ത് പൊടി കയറുന്നുള്ള ടെൻഷനൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ദിവ്യ ഇതെന്തായാലും അടിപൊളി റൈഡായിരുന്നു കേട്ടോ. നമ്മുടെ കുതിര പൊളിച്ചു. ഇതിൻ്റെ പേരെന്താ കേട്ടോ? ആ കേട്ടില്ല. ചിടിയ? ആഹാ എന്തോ പറഞ്ഞു, മനസ്സിലായില്ല. ആ പേര് എലീന. ദിവ്യ എന്നാ പറഞ്ഞു കേട്ടില്ല. നീ കുതിരയോട് പറഞ്ഞു നോക്കോ പയ്യെ പോവാൻ. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ പേര് എലീന എന്നാണ്. ദിവ്യ ഭയങ്കര സെറ്റപ്പിലാണല്ലോ തന്നെ. കുതിര പറഞ്ഞ് മേടിക്കാൻ നോക്കൂ. പണ്ടൊക്കെ തത്തമ്മ പൂച്ച എന്നാണ് പറയുന്നത്. പക്ഷി നോട്ടക്കാരൻ തത്തമ്മേനെ കൊണ്ടാണ്. ഇപ്പം അത് ഗിനിപ്പന്നിയല്ലേ അത് ഗിരിപ്പന്നി. ഗിനിപ്പന്നി അതെന്താ സംഭവം? പന്നിയെ വെച്ച് നിന്റെ ഭാവി ഭൂതം നോക്കണോ? ഇത് സിനിമയിലൊക്കെ കാണുന്ന പോലെയാണല്ലോ. കുതിരപ്പുറത്തിനിറങ്ങി മണലാരണ്യങ്ങളിലൂടെ ഞങ്ങളിത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നടന്നിട്ട് അങ്ങ് എത്തുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ ബീച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ 13 കിലോമീറ്ററാണ് നീളം വരുന്നത്. ഇതിൻ്റെ ബീച്ചിൻ്റെ വിഡ്ത്ത് 1/2 കിലോമീറ്റർ വിഡ്ത്ത് ഉണ്ട്. സൗത്ത് ഇന്ത്യയിലെ എന്താണെങ്കിലും ഗൂഗിൾ ചെയ്യുക. ഞങ്ങൾ നടന്ന ഒരു പരുവായിട്ടുണ്ട്. നടന്നിട്ട് അങ്ങോട്ട് എത്തുന്നില്ല. അവിടെ വരെ പോകണം. നമ്മുടെ ക്യാമറയിൽ സൂം ചെയ്തിട്ട് വരെ വെള്ളം കഷ്ടി കാണാൻ പറ്റുന്നുള്ളൂ. ആഹാ ഇവിടെ ക്ലീനിങ് അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. ക്ലീൻ ചെയ്യുന്ന വണ്ടി എല്ലായിടത്തും ഉണ്ട്. നമ്മുടെ ട്രാക്ടർ. അടിപൊളി ബീച്ച്. കുറേ പൊളാരിസ് ബൈക്കിങ് കാര്യങ്ങളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. പൊളാരിസിൻ്റെ ഒരു ഓഫ് റോഡർ ഇവിടെ കാണുന്നുണ്ട്. ബട്ട് അത് ഗാർഡിൻ്റെ പോലീസിൻ്റെ വണ്ടിയാണ്. പോലീസുകാർ എന്നോട് ചോദിച്ചാലോ ഒരു റൈഡ് തരുമെന്ന്. ദിവ്യ എനിക്കൊരു ആഗ്രഹം കേട്ടുണ്ട്. നിന്നെ ഇതിൻ്റെ അകത്തൊന്ന് കയറ്റണം. ആ ചേട്ടൻ പോണ മാതിരി ലുട്ടാപ്പി കുന്തത്തെ പോണ ഒരാൾ പോണ വയ്ക്ക്. ദിവ്യ നീ അതിലൊന്ന് കയറാവോ? അടിപൊളിയായിരിക്കും. കുതിരക്കാർ നമ്മളെ ചതിച്ചതാ. അവിടെ നിന്ന് പറഞ്ഞു ദേ കാണുന്ന മരം വരെ നിങ്ങളെ കൊണ്ടുവിട്ടിട്ട് റൗണ്ടായിട്ട് തിരിച്ചു കൊണ്ടുവിടാന്ന് വെച്ചു. ഞാൻ ഓർത്ത് അവിടെ നമ്മളെ വിട്ടിട്ട് ബീച്ചൊക്കെ കാണിച്ചിട്ട് തിരിച്ചു കൊണ്ടുപോകുന്നു ഓർത്തോണ്ടായിരുന്നേ. അപ്പോൾ പകുതി പേര് കുതിരയിൽ വന്നു. ഇനി
ഒരു കുതിരയ്ക്ക് 200 രൂപ വെച്ച് 400 കൊടുത്ത് പകുതി പിന്നെ നോക്കാറുണ്ട്. ഇനി തിരിച്ച് അവിടെ വരെ പോകണമെങ്കിൽ വീണ്ടും ഒരു 400 രൂപ കൊടുക്കണം. അടിപൊളി ബിസിനസ് ഐഡിയ അല്ലേ? എന്തായാലും കുഴപ്പമില്ല, ഞങ്ങളും കുറച്ച് ബിസിനസ് ഐഡിയ കാശ് ലാഭിക്കാൻ തീരുമാനിച്ചു. അടിപൊളിയല്ലേ? കുതിര ഓർമ്മ മേടിക്കാം. പോണം പോത്തെന്തോ കന്നെന്തോ കയം കണ്ടു എന്ന് പറഞ്ഞ കാര്യം ദിവ്യ എന്തൊക്കെയോ കണ്ടതിനായിട്ടിട്ട് പോയിട്ടുണ്ട്. സ്റ്റാർബക്സ് ഒക്കെ സമാധാനമുണ്ട്. അവളുടെ കയ്യിലിരിക്കുന്ന സാധനത്തിൻ്റെ അതൊന്ന് കാണിച്ച്, എൻ്റെ അകത്തൊന്ന് കാണിച്ച്, ഇത്രയും സാധനം എൻ്റെ ബില്ലും കൂടെ ഒന്ന് കാണിച്ച് കാണിക്കേ. സാധാരണ എല്ലാവരും സ്റ്റാർബക്സ് ആണ് ഭയങ്കര കത്തി എന്ന് പറയാറ്. 17,200 രൂപയോ? പണിയായതോ? അത് കാണട്ടെ. 17,200 രൂപയുടെ സാധനം ആട്ടെ കാണണേ. അതല്ലേ?